വെളിപാട് 1-ാം അധ്യായവും അതിൻ്റെ വ്യാഖ്യാനത്തിനെയും കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. ഈ വെളിപാട് 1-ാം അധ്യായം എന്ന് പറഞ്ഞാൽ മുഴുവൻ പുസ്തകത്തിൻ്റെ പരിചയപ്പെടുത്തലാണ്. ക്രിസ്തുവിൻ്റെ തേജസ്സിലുള്ള മഹത്വമുള്ള നിത്യമായ രൂപം വെളിപ്പെടുത്തുന്നു. അതാണ് വെളിപാട് 1-ാം അധ്യായം. നമ്മൾക്ക് 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ, വെളിപാട് 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നമ്മൾക്കിപ്പോൾ വായിച്ച് അതിനെ വ്യാഖ്യാനിക്കാം. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാൻ ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവത്തിനും യേശു ക്രിസ്തുവിനും വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. 1 മുതൽ 3 വരെയുള്ള ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഈ പുസ്തകം ഭയപ്പെടുത്തുവാനുള്ള ഒരു പുസ്തകമല്ല വെളിപാട്. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ഉള്ളതാണ്. ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ഉള്ളതാണ് ഈ പുസ്തകം. ദൈവം ഈ സന്ദേശം യേശുവിന് കൊടുത്തു. യേശു ദൂതന് നൽകി. ദൂതൻ യോഹന്നാനോട് വെളിപ്പെടുത്തുവാണ്. ഈ പ്രവചനത്തെ വായിക്കുന്നവർ, കേൾക്കുന്നവർ, പാലിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും എന്നാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ ദൈവം തൻ്റെ മക്കൾക്ക് രഹസ്യങ്ങളെ തുറന്നു കാണിക്കുന്ന പുസ്തകമാണ് വെളിപാട് എന്ന ഈ പുസ്തകം. അടുത്ത നമ്മൾക്ക് 1-ാം അധ്യായത്തിലെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും മായവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള അദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇത് അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഹതനായിരിക്കുന്നു. ഓരോ മിഴിയും അവിടത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ കാണും എന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അത് നോക്കാം. ആ വചനത്തിനെ കുറിച്ച് നമ്മൾക്ക് വ്യാഖ്യാനിക്കാം. അപ്പം യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുന്നതാണ്. 1, പിതാവായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും സമാധാനവും. അപ്പം 7 ആത്മാവെന്ന് പറഞ്ഞാൽ, സപ്താത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിപൂർണതയാണ് അവിടെ കാണിക്കുന്നത്. യേശു ക്രിസ്തുവിൽ നിന്നും വിശ്വസ്ത സാക്ഷി, രാജാക്കന്മാരുടെ തലവനാണ് യേശു. കാരണം ഭൂമിയിലെ സകല രാജാക്കന്മാരും രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും തലവനാണ് യേശു. യേശുവിനെ ഇങ്ങനെ വിവരിക്കുന്നു: നമ്മെ സ്നേഹിക്കുന്നവൻ, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ആദ്യജാതൻ, തൻ്റെ രക്തത്തിലൂടെ പാപങ്ങളിൽ നിന്നും കഴുകി നമ്മെ വീണ്ടെടുത്തവൻ. 3-ാമത്തെ പോയിന്റ്, നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയവൻ. യേശുവിൻ്റെ ക്രൂശ് നമ്മെ പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ചു. ദൈവരാജ്യത്തിൽ ഒരു അഭിഷിക്ത സ്ഥാനമാണ് ഓരോ ദൈവവിശ്വാസിക്കും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 7-ാം വചനം പറയാണ്, യേശുവിൻ്റെ 2-ാം വരവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവൻ മേഘങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. എല്ലാ കണ്ണുകളും അവനെ കാണുമെന്നാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ യേശുവിൻ്റെ വരിക
വരവ് മറഞ്ഞിട്ടല്ല വരുന്നത്. എല്ലാ പേർക്കും ദൃശ്യമാകത്തക്ക വിധത്തിൽ, ഭൂവാസികൾക്ക്, ഭൂമിയിലെ എല്ലാവർക്കും ദൃശ്യമാകത്തക്ക വിധത്തിൽ, കാണത്തക്ക വിധത്തിലാണ് യേശു വരുന്നത്. അതിനായിട്ടാണ് ക്രിസ്ത്യാനികളായ വിശ്വാസികൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. ഇപ്പം 8-ാം വചനം പറയുവാണ്, ഞാൻ ആൽബായും ഒമഹായുമാണ്. അപ്പം 8-ാം വചനം പറയുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും ശക്തനുമായ സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവും എന്ന് പറയുന്നു. അപ്പം ആദിയും അന്തവും എന്ന് പറഞ്ഞാൽ ആൽബായും ഒമഹായും, തുടക്കവും അവസാനവും എല്ലാം യേശുവിൻ്റെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്. കാരണം അവൻ മാറ്റമില്ലാത്തവനാണ്, അവൻ സർവശക്തനാണ്. അപ്പുറമോ ഇപ്പുറമോ യേശുവിന് മാറ്റം ഉണ്ടാകുകയില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ, ജീവിതത്തിലെ നമ്മുടെ ജീവിതം, ഈ ലോകം, മനുഷ്യര്, ചരിത്രം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് 9-ാം വചനം, 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുക്രിസ്തുവിനെ കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെത് പോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിലെഴുതി എഫെസോസ്, സ്മിർന, പെർഗമോസ്, തിത്താറ, സാർദീസ്, ഫിലാദെൽഫിയ, ലവന്തിക്യ എന്നീ 7 സഭകളിലേക്ക് അയച്ചു കൊടുക്കുക. 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക എന്നാണ്. അപ്പം ഇതിൻ്റെ മീനിങ് നമ്മൾ നോക്കാൻ പോയാൽ, അപ്പം നമ്മൾ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ചിട്ടാണ് ഈ യേശുവിനെ കാണുന്നതായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം യോഹന്നാൻ യേശുവിൻ്റെ എന്തുകൊണ്ടിട്ടാണ് യോഹന്നാൻ പത്മോസിലായത്? അപ്പം യോഹന്നാൻ യേശുവിൻ്റെ സാക്ഷ്യം കാരണം അല്ലെങ്കിൽ യേശുവിനെ പ്രസംഗിച്ച കാരണം യോഹന്നാനെ അന്നത്തെ റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യൻ ചക്രവർത്തി നാട് കടത്തിയ സ്ഥലമാണ് പത്മോസ് എന്ന ദ്വീപ്. ഈ ദ്വീപ് എങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് വിജനവും വൃക്ഷരഹിതവുമായ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞതുമായ ഒരു സ്ഥലമാണ്. അതുമാത്രമല്ല, ഇവിടെ ഉള്ളതായ ഒരു ദ്വീപാണ് ഈ പത്മോസ് എന്ന് പറയുന്നത്. അതായത് അത് എവിടെ ഇരിക്കുന്നു കേട്ടാൽ, ഏഷ്യ മൈനറിൻ്റെ 90 മൈൽ പടിഞ്ഞാറ് എപ്പോസസിനും 60 മൈൽ തെക്ക് പടിഞ്ഞാറ് സാമോസിനും 55 മൈൽ തെക്ക് പടിഞ്ഞാറ് ഏതൻസിനും 180 മൈൽ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് പത്മോസ് എന്ന ഈ ദ്വീപ്. ഈ ദ്വീപിൽ റോമൻ കുറ്റവാളികളെ, റോമ ചക്രവർത്തി ഭരിച്ചിരുന്ന കാലത്തിൽ അവിടുത്തെ റോമൻ കുറ്റവാളികളെ നാട് കടത്തുന്ന ഒരു സ്ഥലമാണ് പത്മോസ് ദ്വീപ്. അപ്പം യോഹന്നാനെ ഒരു കുറ്റവാളി, യേശുക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിച്ചതുകൊണ്ട് യോഹന്നാനെ ഒരു കുറ്റവാളിയായി നാട് കടത്തപ്പെട്ട സ്ഥലമാണ് പത്മോസ്. അപ്പം അവിടെ യോഹന്നാൻ അപ്പോൾ ഏകാന്തതയിലായിരുന്നല്ലോ. ഏകാന്തതയിൽ വളരെ വേദനയിലും വിഷമത്തിലും കണ്ണുനീരിലും ആയിരുന്നല്ലോ. അപ്പോൾ ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നല്ലോ. അപ്പോൾ ആ ഏകാന്തതയിൽ യോഹന്നാൻ ആര് മുഖേനയാണ് പത്മോസിലായത്? യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞത് കൊണ്ടിട്ടാണ്. അപ്പം അതിനെക്കുറിച്ച് യോഹന്നാൻ ചിന്തിച്ച് യേശു ജീവിച്ചിരുന്ന കാലത്തിലും യേശു മരിച്ചപ്പോഴും യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും പല അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിട്ട് കണ്ട വ്യക്തിയാണ് യോഹന്നാൻ. അപ്പോൾ ആ സമയത്ത് യോഹന്നാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പം അവിടെ പറയുന്നത്, ആ സമയത്ത് അവൻ ആത്മവിവശത ആയി എന്നാണ്. ഇപ്പം ഈ ആത്മവിവശത എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി തൻ്റെ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നവന് തൻ്റെ ശ്രദ്ധ ദൈവത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയും.
അപ്പം ഈ യോഹന്നാൻ തൻ്റെ ഇന്ദ്രിയത്തെ എല്ലാം നിയന്ത്രിച്ച് അവൻ്റെ സകല ശ്രദ്ധയും യേശുവിലായിരുന്നു യോഹന്നാൻ്റെ. ആ സമയത്ത് അവൻ്റെ ഇന്ദ്രിയങ്ങൾ പുറലോകവുമായി അടയപ്പെടുകയാണ്. കാരണം നമ്മളുടെ ഈ ലോകത്തിൻ്റെ കട്ടമോ ദുരിതമോ കണ്ണുനീരോ വേദനയോ മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ എന്തിനെക്കുറിച്ചെങ്കിലും അത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും മാറി അവൻ മറ്റൊരു ലോകത്തിലേക്ക്, അതായത് മുകളിലത്തെ ഒരു ലോകത്തിനെക്കുറിച്ചും യേശുവിനെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വിവശത, ഈ ആത്മവിവശത അവിടെ വന്നത്. ആ സമയം അവൻ്റെ ഉൾക്കണ്ണ് പ്രകാശിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ ഇന്ദ്രിയങ്ങളല്ല, പ്രത്യുത ദൈവശക്തിയാണ്. അതിനെയാണ് നമ്മൾ ഉൾക്കണ്ണ് പ്രകാശിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുന്നു. അപ്പോൾ അവൻ്റെ ശരീരത്തിൽ ബന്ധനം വിച്ഛേദിക്കുന്ന, അതായത് ലോകത്തോടുള്ള എല്ലാ ആവശ്യങ്ങളും, ലോകത്തിലെ എല്ലാ വേദനിപ്പിക്കുന്ന ചിന്തകളായാലും സന്തോഷിപ്പിക്കുന്ന ചിന്ത എന്തായാലും അത് അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ്. അങ്ങനെ അവൻ്റെ കൂടാരമായ ശരീരം നിലം പൊത്തുന്നു. ഇത് നമ്മൾ ഒരു പെർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഋഷിമാരൊക്കെ ധ്യാനിക്കുന്ന ഒരു ധ്യാനാവസ്ഥയുണ്ടല്ലോ. അപ്പം ആത്മീയ ധ്യാനത്തിലായിരിക്കുമ്പോൾ ശരീരത്തിൽ ചിതൽ കയറിയിട്ട് പോലും ആത്മീയ അറിഞ്ഞില്ലെന്നും പറഞ്ഞിട്ട് നമ്മളത് വായിച്ചിട്ടുണ്ട്. അതേമാതിരത്തെ ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ. ഒരു വിശേഷ ജ്ഞാനമുള്ളവർക്ക് കിട്ടുന്നതാണ്. ഏത് മനുഷ്യശക്തികളും നമ്മുടെ തലയിൽ ഏതെങ്കിലും മനുഷ്യശക്തികളോ ദൈവ മനുഷ്യരോ ഊതുമ്പോഴോ കൈവയ്ക്കുമ്പോഴോ പിടിച്ചു തള്ളി അങ്ങനെ വീഴുമ്പോഴോ ആത്മാവിലൊന്ന് വീഴുമ്പോഴോ കിട്ടുന്നതല്ല ഇത്. കാരണം ഇത് ഒരു ആത്മവിവശതയാണ്. അതായത് തൻ്റെ സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ ദൈവവുമായി ഉണ്ടാകുന്ന ഒരു ഉയർന്ന ആത്മീയ കണക്ഷനാണ്, ഒരാത്മീയ ബന്ധമാണ്. ആ ബന്ധം ഉള്ളവർക്ക് കിട്ടുന്ന ദാനമാണ് ഈ ആത്മീയ വിവശത എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളെ ദൈവം നമ്മൾക്ക് കാണിക്കും. അതേപോലെ യോഹന്നാന് കാണിച്ചതായിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അപ്പോൾ അവിടെ യോഹന്നാൻ ഒരു നാദം കേൾക്കുകയാണ്, ഒരു സൗണ്ട് കേൾക്കുകയാണ്. യോഹന്നാൻ തിരിഞ്ഞു നോക്കി. ആത്മാവിൻ്റെ ചെവിയിലല്ല, നമ്മൾ ഈ കേൾക്കുന്ന ഈ ചെവിയിലല്ല, ആത്മീയ ചെവിയിലാണ് കേട്ടത്. കാരണം ആത്മാവിന് കണ്ണുണ്ട്, ചെവിയുണ്ട്, നാവുണ്ട്, നമ്മൾക്ക് മണങ്ങൾ അറിയേണ്ട കഴിവുണ്ട് ആത്മാവിന്. അതെല്ലാം ഉണ്ട്, നമ്മുടെ ആത്മാവിന് അതെല്ലാം ഉണ്ട്. അവൻ ആത്മീയ ചെവിയിലാണ് ഈ സൗണ്ട് കേട്ടത്. അപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പോൾ യോഹന്നാൻ എന്ത് ചെയ്യുന്നു? തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ അവന് യേശുവിനെക്കുറിച്ച്, അവൻ്റെ രാജ്യത്തെക്കുറിച്ച് ധ്യാന നിലയിലായിരുന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പം ഈ സാഹചര്യത്തിൽ, ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം കാണിച്ചു കൊടുത്തത് 7 സഭകൾക്ക് എഴുതുവാൻ ഒരാജ്ഞ യോഹന്നാനോടെ കിട്ടുകയാണ്. അപ്പം ഇത് ആത്മീയ കാതുകൾ കൊണ്ട് കേൾക്കുന്ന ശബ്ദമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആത്മീയ കാതുകൾ കൊണ്ട് കേട്ട ശബ്ദമാണ്. അപ്പം ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദർശനം ബുദ്ധിമുട്ടത്തിലിരിക്കുന്നവർക്കോ പ്രയാസത്തിലിരിക്കുന്നവർക്കോ മറ്റു ഒരു നിലയിലിരിക്കുന്നവർക്കോ ഒന്നുമില്ല. ആര് ദൈവവുമായിട്ട് സ്വന്തം ഇന്ദ്രിയങ്ങളെ മാറ്റി സ്വന്തം ദൈവവുമായിട്ട് ഒരു കണക്ഷൻ ആകുന്നു അവർക്ക് കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം 12-ാം അധ്യായത്തിൽ 12 മുതൽ 16 വരെയുള്ള വചനങ്ങൾ നമ്മൾക്ക് വായിക്കാം. അപ്പം 11 വരെയുള്ള വചനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇനി നമ്മൾ 12 മുതൽ 16 വരെയുള്ള വചനങ്ങൾ വായിച്ച് നമ്മൾക്ക് വ്യാഖ്യാനിക്കാം. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറോടത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുക്കിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെത് പോലെയും.
അവൻ്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ, വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. നമ്മൾ 1-ാം അധ്യായത്തിൽ 12 മുതൽ 16 വരെയുള്ള വചനമാണ് ഞാനിപ്പോൾ വായിച്ചത്. അതെന്താണ് നമുക്ക് നോക്കാം. ഇപ്പം 7 കുത്തുവിളക്കുകൾ അവിടെ കാണുവാണ്. അപ്പം അത് ദൈവത്തിൻ്റെ മഹിമയുള്ള, ക്രിസ്തുവിൻ്റെ മഹിമയുള്ള ദർശനമാണ് അവിടെ കാണുന്നത്. സ്വർണ്ണ വിളക്കുകൾ, 7 സ്വർണ്ണ വിളക്കുകൾ അവിടെ കാണുവാണ്. സഭയുടെ പ്രതീകമാണ് അത്. ക്രിസ്തു അവയുടെ നടുവിൽ നടക്കുന്നു. സഭയെ അവൻ വിട്ടുമാറിയിട്ടില്ല. അവൻ സഭയോട് കൂടെ ഇരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ ഓരോ മക്കളോട് കൂടെയും യേശു അവിടെ ഇരിക്കുന്നു എന്ന് കാണിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, മനുഷ്യപുത്രനെ പോലുള്ള യേശു നീണ്ട വസ്ത്രം ധരിച്ചിരിക്കുന്നതായിട്ടാണ് യോഹന്നാൻ അവിടെ കാണുന്നത്. അപ്പോൾ യോഹന്നാൻ യേശു ജീവിച്ചിരിക്കുന്ന ടൈമിന് യോഹന്നാൻ യേശുവിനെ കണ്ടതാണല്ലോ. അപ്പോഴും നീണ്ട വസ്ത്രങ്ങൾ ധരിക്കാറുണ്ടല്ലോ. അപ്പം ഇവിടെ പറയുന്ന ഗ്രീക്ക് പദത്തിൽ പറയുന്നെന്ന് പറഞ്ഞാൽ, ഈ നീണ്ട വസ്ത്രം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ വസ്ത്രമാണ്. പൗരോഹിത്യ വസ്ത്രം മാത്രമല്ല, രാജകീയ വേഷം കൂടെയാണ്. ഇപ്പോൾ യേശു പുരോഹിതനുമായിരിക്കുന്നു, രാജാവായിട്ടും ഇരിക്കുവാണ്. അപ്പം ഹീബ്രു 5-ാം അധ്യായത്തിലെ 6-ാം വചനം പറയുകയാണ്. അവിടെ നിന്ന് വീണ്ടും പറയുന്നു, മെൽക്കീസദക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. ഹീബ്രു 4:14 പ്രകാരം ക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇന്ന് ലോകത്തിനു വേണ്ടി പുരോഹിത ശുശ്രൂഷ നടത്തുന്നു എന്നത് അവൻ പുരോഹിത ശുശ്രൂഷ എന്തിനാണ് നടത്തുന്നത്? ഈ ലോകത്തിനു വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം എന്നത് വീണ്ടും അവൻ എന്ത് ചെയ്യുന്നു? ഇപ്പം പുരോഹിതനായിരിക്കുന്നു, വീണ്ടും അവൻ രാജാവായി വരും എന്നതാണ് പരമപ്രധാനമായ യാഥാർത്ഥ്യം. അതിനാൽ ഈ 2 രീതിയിലും ഈ നീണ്ട വസ്ത്രം യേശുവിന് യോജിക്കുന്നതാണ്. അപ്പം മാറത്തെ പൊൻകച്ച എന്ന് പറയുന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 13 5-ാം വചനം നമ്മളെടുത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ, അനന്തരം യേശു ജീവിച്ചിരുന്ന കാലത്തിൽ ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ അവൻ കഴുകുകയാണ്. പാദങ്ങൾ കഴുകുവാനും അപ്പം അരയിൽ ചുറ്റിയ ഒരു തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അന്നത്തെ കാലത്തിൽ, പഴയ നിയമകാലത്തിൽ ഇതേമാതിരി ഒരു പുരോഹിതനുണ്ടായിരുന്നു, അഹറോൻ. അപ്പം അഹറോൻ മാറിൽ കെട്ടിയിരുന്ന ന്യായവിധി പതക്കം, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയും. അപ്പം ഇത് പൗരോഹിത്യത്തിൻ്റെ ചുമതല വഹിക്കുമ്പോൾ ജനത്തിൻ്റെ ന്യായവിധി തൻ്റെ ഹൃദയത്തിൽ ഇരിക്കേണ്ടതിന് മാർവിൽ പതിച്ചിരിക്കുന്നത്. അങ്ങനെ ആ മാർവിൽ ആ പ്ലേറ്റ് പതിച്ചിരിക്കുകയാണ്. ഇവിടെ യേശു ശ്രേഷ്ഠ പുരോഹിതനും ന്യായകർത്താവുമായ ക്രിസ്തു അവിടെ കെട്ടിയിരിക്കുന്നത് പൊൻകച്ച കെട്ടിയിരിക്കുകയാണ്. പൊൻകച്ച ആയതുകൊണ്ട് അവൻ്റെ മഹത്വത്തിൻ്റെ, അവൻ്റെ ധനത്തിൻ്റെ മഹിമയെ അവിടെ കാണിക്കുകയാണ്. അപ്പം ദാനിയേൽ ബുക്ക് 10-ാം അധ്യായത്തിൽ 6-ാം വചനം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ദാനിയേൽ ഇങ്ങനത്തെ ഒരു സ്വപ്നം കാണുവാണ്. അപ്പം ദാനിയേൽ കണ്ട സ്വപ്നം എന്നറിഞ്ഞാൽ അവൻ സ്വർണം കൊണ്ടുള്ള അരപ്പട്ട ധരിച്ചിരിക്കുന്നതായിട്ടാണ് ദാനിയേൽ കാണുന്നത്. ഞാനത് കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടില്ല, ഇത് ഒരു പോയിന്റ് മാത്രമേ ഞാനതെടുത്ത് പറയുന്നുള്ളൂ. അവനെ കണ്ട മാത്രയിൽ ദാനിയേലും നിലത്ത് വീണു. അതേപോലെ യോഹന്നാന് നിലംപൊത്തി വീഴുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ 2 പേർക്കും യേശു കരം കൊടുത്തിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ് എന്ന് അവിടെ പറയുവാണ്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ പുരോഹിതനായിട്ട് രാജാവായിട്ട് ഇരിക്കുന്നതാണ് ഈ പൊൻകച്ച. അടുത്ത് നമ്മൾക്ക് മുടിയെക്കുറിച്ച് അവിടെ പറയുകയാണ്. യേശുവിൻ്റെ മുടിയെക്കുറിച്ച് പറയുവാണ്. അപ്പം ദൈവത്തിൻ്റെ ഊർജത്തിൻ്റെ ഈ മുടിയെന്ന് പറഞ്ഞാൽ വെളുത്ത മുടി കാണുന്നതായിട്ടാണല്ലോ യോഹന്നാൻ കണ്ടത്. ദൈവത്തിൻ്റെ ഊർജത്തിൻ്റെ ചെറുപ്രവാഹങ്ങളാണ് ആ മുടി. അതായത് വിധി, ജഡ്ജ്മെൻ്റ് എന്ന് പറയും. ആ ജഡ്ജ്മെൻറ്റും കരുണയും കൂടെ ഉള്ളവനാണ് യേശു. അവൻ ജഡ്ജ്മെൻറ്റും ചെയ്യും, അവൻ കരുണ കാണിക്കുന്ന ദൈവമാണ്.
അവൻ മേഴ്സിയും കാണിക്കുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള രണ്ടും, അതായത് ജഡ്ജ്മെൻറ്റും മേഴ്സിയും തമ്മിലുള്ള തുല്യത ആ പരമാത്മാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മറയാണ് ആ മുടി. അവൻ്റെ മഹത്വമാണ് അവിടെ കാണിക്കുന്നത്, അവൻ്റെ നീതിയാണ് അവിടെ കാണിക്കുന്നത്. ഈ വെളിപ്പെന്ന് പറഞ്ഞ വെളിപ്പ്, കൃപയുടെ വെളിച്ചം, അവൻ്റെ സ്വഭാവം എല്ലായ്പ്പോഴും കരുണയാണല്ലോ യേശു കാണിക്കുന്നത്. അത് മഞ്ഞുപോലുള്ള മുടിയാണ്. അത് ഈ മഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു സ്വച്ഛതയും ദൈവസാന്നിധ്യത്തിൻ്റെയും പവിത്രതയാണ് അവിടെ കാണിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ നിത്യജ്ഞാനം, ദൈവത്തിൻ്റെ സ്വർഗീയ പ്രകാശം, ഇതിനെക്കുറിച്ചാണ് അവിടെ കാണുന്നത്. അടുത്ത് നമ്മൾ എന്താ നോക്കുന്നത്? ശുദ്ധീകരിക്കുന്ന തീയുടെ കണ്ണുകളായിട്ട് ജ്വലിക്കുന്ന കണ്ണുകളെ അവിടെ കാണുകയാണ്. ഈ ജ്വലിക്കുന്ന കണ്ണുകളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ മനുഷ്യജീവിതത്തിലെ അശുദ്ധതകളെ നീക്കി മനസ്സിനെ ശുദ്ധമാക്കുന്നതാണ്. ആ തീ പോലത്തെ, അഗ്നി പോലത്തെ കണ്ണുകളെയാണ് അവിടെ കാട്ടുന്നത്. ഈ അഗ്നി എന്താ? മനുഷ്യൻ്റെ തിന്മകളെ മാറ്റി പരിശുദ്ധമാക്കുന്നതാണ്. അപ്പം ദൈവശക്തിയുടെ തീ, നീതിയായ കണ്ണുകളാണ് അവിടെ കാണുന്നത്. ഇപ്പം ദൈവം നീതി നടത്തുമ്പോൾ ആരെങ്കിലും പറയുന്നതോ അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെ നോക്കത്തില്ല. അവൻ വളരെ നീതിമാനായി സത്യസന്ധതയോടെ നീതി നടത്തുന്ന ദൈവമാണ്. അപ്പം നീതിയായ കണ്ണുകളാണ് ഈ ദർശനത്തിൽ കാണുന്നത്. ഇപ്പം യേശുവിൻ്റെ നീതി, യേശുവിൻ്റെ ആ കണ്ണുകളുടെ ശക്തി, ആ ഉഗ്രഹപ്രഭ, ദൈവത്തിൻ്റെ ദിവ്യ അധികാരം, ഇവയെല്ലാം പ്രകടമാകുന്നതാണ് ഈ കണ്ണുകൾ എന്ന് പറയുന്നത്. അടുത്ത് കാലുകൾ വെള്ളോടിന് സദൃശ്യമെന്ന് പറയുന്നു. അവൻ്റെ ചവിട്ടുകാൽ ചൂളയിൽ ചുട്ട ശുദ്ധമായ പിത്തള പോലെയും. ഈ ന്യായവിധിയുടെ പ്രകാശം, ദൈവിക ന്യായം, യേശുവിൻ്റെ പാദങ്ങൾ ഇങ്ങനെയായി കാണുന്നു. അപ്പം അവൻ്റെ ന്യായവിധി പരിപൂർണവും പവിത്രവും ശുദ്ധവുമാണ്. യേശുവിൻ്റെ പാദങ്ങൾ ഭൂമിയെ ഭരിക്കുന്നു. ഭൂമിയിലെ പ്രവർത്തനങ്ങൾ, അധികാരം, അവൻ്റെ ദിവ്യ സ്ഥാപനങ്ങൾ, യേശുവിൻ്റെ പാദങ്ങൾ ലോകത്തെ ഭരിക്കുന്ന ദൈവിക ശക്തിയാണ്. ശത്രുവിനെ ചവിട്ടി മെതിക്കാനും ഉള്ള ദൈവിക അധികാരം യേശുവിനുണ്ട്. ഭൂമിയുടെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ നിയന്ത്രണം. തീയിൽ ചുട്ടതുപോലെ ദൈവത്തിൻ്റെ സത്യവും വിശുദ്ധിയും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുന്നു. അപ്പം ഈ തീ എന്ന് പറയുന്ന തീയിൽ ചുട്ടതുപോലെ ദൈവത്തിൻ്റെ സത്യവും വിശുദ്ധിയും അവൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ വെളിപ്പെടുന്നു. എൻ്റെ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദൈവം മനുഷ്യരെ നയിക്കുന്ന മാർഗമാണ്. പിത്തളപാദം എന്നാണല്ലോ ഇരിക്കുന്നത്. അത് വിശ്വാസികളെ, ദൈവത്തിനെ അനുഗമിക്കുന്ന അവൻ്റെ വിശ്വാസികളെ, അവൻ്റെ മക്കളെ ഉറപ്പോടെ നടത്തിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥിരത യേശു തന്നെയാണ്. മുഴുവൻ സൃഷ്ടിയുടെ അടിത്തറയും പിന്തുണയും. ദൈവത്തിൻ്റെ ശുദ്ധമായ ന്യായവിധി, ദൈവത്തിൻ്റെ ശുദ്ധമായ ന്യായവിധി. അപ്പം അടുത്ത് നമ്മൾ അവിടെ ഒരു സൗണ്ട് കാണുവാണ്, ദൈവത്തിൻ്റെ ശബ്ദം. അപ്പം അവൻ്റെ സൗണ്ട് എങ്ങനെയാണ്? അപാരമായ അധികാരവും, സൗണ്ടിനെ കുറിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചാൽ അപാരമായ അധികാരവും സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഊർജം. യേശുവിൻ്റെ ശബ്ദം സൃഷ്ടിക്കുള്ളിൽ മുഴുവൻ മുഴങ്ങി നിൽക്കുന്ന ഒരു ദൈവിക പവറും ശക്തിയുമാണ്. യേശുവിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞ് ജീവൻ നൽകുന്ന ദൈവവചനമാണ്. ഊർജം നിറഞ്ഞ ശക്തിയാണ് യേശുവിൻ്റെ ശക്തി. അടുത്ത് നമ്മളവിടെ വെളിപാട് 1-ാം അധ്യായത്തിൽ 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമ്മൾക്ക് നോക്കാം. അവൻ്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ വദനം, പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത്ത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും, ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും
ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. എൻ്റെ വലത് കൈയിൽ നീ കാണുന്ന 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരുടെയും 7 ദീപപീഠങ്ങൾ 7 സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ അടുത്ത് യേശുവിൻ്റെ വലത് കൈയിലെ 7 സ്റ്റാർ ഉണ്ടായിരുന്നല്ലോ. ആ സ്റ്റാർ എന്തിനെ നമുക്ക് പ്രതിദാനം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഈ സഭയുടെ ഈ സ്റ്റാറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പം ഈ സ്റ്റാർ പ്രകാശം വെളിച്ചം നൽകുന്നതാണ്. അപ്പം സഭയുടെ ഇതിനെ എന്തിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ സഭയുടെ നേതാക്കളെയും ശുശ്രൂഷകരെയും മേൽനോട്ടക്കാരെയും കുറിച്ചുള്ള ഒരു സന്ദേശവാഹകരെ കുറിച്ചുള്ള കാര്യമാണ് അവിടെ കാണുന്നത്. സഭയെ നയിക്കാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. അപ്പം ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നക്ഷത്രം ഉയർന്നായിരിക്കുന്നത്. അപ്പം ആത്മീയ ഉയർച്ച, ആത്മീയ ഉത്തരവാദിത്തത്തിലേക്കും ദൈവം അവരെ ഉയർത്തിയവരാണ് ദൈവ ശുശ്രൂഷകർ. അപ്പം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിലെ സഭാ നേതാക്കളുടെ സംരക്ഷണം, നിയന്ത്രണം, അധികാരം മുഴുവൻ ക്രിസ്തുവിൻ്റേതാണ്. അപ്പം ദൈവത്തിൻ്റെ കരങ്ങളില്ലാതെ ഇരിക്കുന്നത് ഈ ദൈവ ശുശ്രൂഷകരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്നവരാണ്. അപ്പം സഭാ നേതാക്കളും ശുശ്രൂഷകരും ദൈവത്തിൻ്റെ കയ്യിൽ ഉള്ളവരാണ്. ദൈവം വെളിച്ചം നൽകാൻ അവരെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റാർ മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ ഒരു സോഡ്, അവിടെ വാളിനെ കുറിച്ച് കാണുന്നു. അത് റെവല്യൂഷൻ 1:16 കാണുന്നു, വാളിനെ കുറിച്ച് കാണുന്നു. അപ്പം അവൻ്റെ വായിൽ നിന്നും ഇരുവശവും മുറിക്കുന്ന ഒരു വാൾ പുറപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പം വാൾ എന്തിനെ പ്രദാനം ചെയ്യുന്നു? അപ്പം ദൈവത്തിൻ്റെ വാളെന്ന് പറഞ്ഞാൽ അത് ദൈവവചനമാണ്. അത് ശക്തവും ജീവനുമായ വചനമാണ്. അവിടെ വിധി, സത്യം, അസത്യത്തെയും വേർതിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായമാണ്. എന്തുകൊണ്ടാണ് വായിൽ നിന്നും വരുന്നത്? അപ്പം വായിൽ നിന്ന് ഇരു സൈഡ് മൂർച്ചയുള്ള വാൾ വരുന്നെന്നാണല്ലോ നമ്മൾ വായിച്ചത്. അപ്പം യേശുവിൻ്റെ വാക്കുകൾ തന്നെയാണ് ശക്തിയും അധികാരവും വിധിയും നിറഞ്ഞത്. അതാ വായിൽ നിന്നും വരുന്ന വാളെന്ന് പറഞ്ഞാൽ വാക്കുകളാണ്. ആ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കുന്നു? ശക്തിയും അധികാരവും വിധി പ്രസ്താവിക്കുന്നതുമായിരിക്കുന്നു. എന്തുകൊണ്ട്? ഇരുവശവും മുറിക്കുന്ന വാളെന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നു, തെറ്റും ശരിയും വേർതിരിക്കുന്നു. അതാ ഈ 2 വശത്തേക്ക് മൂർച്ചയുള്ള വാളായിരിക്കുന്നത്. അവിടെ തെറ്റും ശരിയും വേർതിരിക്കുന്നു, നന്മയും തിന്മയും വേർതിരിക്കുന്നു. ഹൃദയത്തിലെ ചിന്തകളും ഉദ്ദേശങ്ങളും അത് വെളിപ്പെടുത്തുന്നു. നമ്മളുള്ള ദോഷശക്തികളെയെല്ലാം ആ വാള് തകർത്ത് കളയുന്നു. അപ്പം യേശുവിൻ്റെ വചനം ആത്മീയ യുദ്ധത്തിൻ്റെ ആയുധമാണ്. യേശുവിൻ്റെ വാക്കെന്ന് പറയുന്നത് മനുഷ്യന് ശുദ്ധീകരണവും മാർഗനിർദ്ദേശവും ന്യായവിധിയും നൽകുന്നു. അപ്പം ഈ നക്ഷത്രവും വാളും എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ സഭാ നേതാക്കൾക്ക് ലഭിക്കുന്ന വെളിച്ചവും സഭയെ ശുദ്ധീകരിച്ച് നയിക്കേണ്ടതിന് യേശുവിൻ്റെ വായിലെ വാൾ അവൻ്റെ അന്തിമ അധികാരത്തെയാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ കാണുന്നു മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ച് നമ്മൾക്ക് നോക്കാം. അപ്പം ദൈവിക മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയാണ്, ഡിവൈൻ പ്രസൻസിനെ കുറിച്ചാണ് അവിടെ കാണുന്നത്. മുഖം ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ പ്രതീകമാണ്. ഇപ്പം സൂര്യനെ പോലെ പ്രകാശിക്കുന്നെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോൾ സകലയിടത്തും പ്രകാശിക്കുമല്ലോ. അതേപോലെ ദൈവത്തിൻ്റെ മുഖത്തിലെ പ്രകാശം എല്ലായിടത്തേക്കും വ്യാപിക്കുന്നു. ജീവൻ അത് നൽകുന്നു. അത് ഇരുട്ടിനെ നീക്കുന്ന ശക്തിയാണ്. പിന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആന്തരിക പ്രകാശം പുറത്തേക്ക് അവൻ്റെ മുഖത്തിൽ വെളിച്ചമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ അവിടെ ഒരു താക്കോല് കാണുന്നുണ്ട്. അപ്പം അധികാരം. അപ്പോൾ താക്കോൽ എന്താണ്? മരണത്തിൻ്റെയും ജീവിക്കുന്ന, അത് ഞാൻ എന്നേക്കും ജീവിക്കുന്ന മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ടെന്നാണല്ലോ നമ്മൾ വായിച്ചത്. അപ്പം ഈ താക്കോൽ എന്തെന്ന് കേട്ടാൽ അവൻ്റെ അതോറിറ്റിയെ കാണിക്കുകയാണ്, അധികാരത്തെയും നിയന്ത്രണവും കാണിക്കുകയാണ്. അവൻ്റെ അതോറിറ്റി, അവൻ്റെ ഡൊമീനിയനെ അവിടെ കാണിക്കുകയാണ്. അപ്പോൾ പൂർണ്ണ നിയന്ത്രണം യേശുവിനാണ്. ഈ ഭൂമിയുടെ പൂർണ്ണ നിയന്ത്രണം. വാതിൽ തുറക്കാനും അടയ്ക്കാനുമുള്ള അധികാരവും വിധിക്കാനുമുള്ള ശക്തിയും കർത്താവിൻ്റേതാണ്.
അപ്പം യേശുവിൻ്റെ താക്കോൽ കീ ഉള്ളത് മരണത്തിൻ്റെയും എത്ര രണ്ട് കാര്യം അവിടെ ഇരിക്കുന്നു. അപ്പം യേശുവിൻ്റെ താക്കോൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ കൈവശമുണ്ടെന്ന് പറയുന്നു. അപ്പം ആത്മാവിൻ്റെ ലോകം എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. മരണത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്ന ശക്തിയാണ്. യേശു പറയുന്നു, മരണത്തിൻ്റെ വാതിൽ ഞാൻ തുറക്കും, ഞാൻ അടയ്ക്കും. അപ്പം അവിടെ ആരോഗ്യവും പുതുയാത്രയും പുതുജീവനും പാവത്തിൽ നിന്നുള്ള മോചനം എന്നിവയെ സൂചിപ്പിക്കുന്നു. പാതാളം എന്നത് ആത്മീയ ഇരുട്ടിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. യേശുവിനും അതിൻ്റെ താക്കോലും ഉണ്ട്. അപ്പം ഇരുട്ട് എന്ന് പറയുന്നത് ഈ പാതാളത്തെ കുറിക്കുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇരുട്ട് അതൊരു ബന്ധന അവസ്ഥയാണ്. ശത്രുവിൻ്റെ വലയം എല്ലാം അവൻ തകർത്തിട്ടാണ് അത് തുറക്കുന്നത്. തുറക്കാനും അടയ്ക്കാനുമുള്ള അധികാരം, ന്യായം, ശിക്ഷ, ന്യായവിധി, ശിക്ഷാവിധി പുറപ്പെടുവിക്കേണ്ട അധികാരം യേശുവിനുണ്ട്. ന്യായം അവൻ മാറ്റുന്നു, കരുണ അവൻ തുറക്കുന്നു. ന്യായത്തെ മാറ്റുന്നു, കരുണയെ അവൻ തുറക്കുന്ന താക്കോലുകൾ. അപ്പം ആത്മീയ വാതിലുകൾ തുറക്കാനും അടയ്ക്കാനും, ആത്മാവിൻ്റെ ആത്മീയ വാതിലുകൾ, ദൈവിക ആത്മീയമായ വാതിലുകൾ അടയ്ക്കാനും തുറക്കാനും ഉള്ള പരമ അധികാരം യേശുവിൻ്റേതാണ്. അപ്പം ജീവനെയും മരണത്തെയും നിയന്ത്രിക്കുന്ന പരമ പരിപൂർണമായ അധികാരം യേശുവിൻ്റേതാണ്. പാതാളവും ഇരുട്ടും അതിജീവിക്കുന്ന ശക്തി, അത് നിത്യമരണത്തെക്കുറിച്ചാണ് അവിടെ കാണിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നിത്യമായ വേർപാട്, ദൈവ സാന്നിധ്യം. അപ്പം ഒരു മനുഷ്യൻ അവിടെ നിത്യമരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവൻ്റെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകലുമ്പോൾ പ്രകാശം നഷ്ടപ്പെടുന്നു, ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്നു. ഇവ ഒന്നും നേടാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇതാണ് ശാശ്വതമായ മരണത്തിൻ്റെ പ്രധാന അർത്ഥം. അപ്പം അവർക്ക് ജീവൻ, അവർ ആത്മാവ് മരിച്ചു പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കും, പക്ഷെ നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് പരിപൂർണമായിട്ട് പിന്മാറി പാപത്തിൻ്റെ ശക്തിയിലേക്ക് ആയിരിക്കും. അങ്ങനെയുള്ള ആത്മാവ്, നമ്മൾ ശരീരം മരിച്ച് ജീവിച്ചാലും അവരുടെ ആത്മാവ് മരിച്ചിരിക്കും. അപ്പം ജീവൻ നഷ്ടപ്പെടുമ്പോൾ അപ്പം മരിച്ച ആത്മാവിനുള്ള ശിക്ഷ എന്താണ്? അവിടെ ഒരു നിത്യശിക്ഷയാണ് കൊടുക്കുന്നത്. തീയുടെ തടാകവും ഇരുട്ടുമാണ് പാവത്തിൻ്റെ പരിണതഫലം. ആ നിത്യഫലം അവർക്ക് ദൈവത്തിനെ കാണാൻ പറ്റത്തില്ല. അവർക്ക് തീയുടെ തടാകവും ഇരുട്ടുമാണ് നിത്യശിക്ഷ. അപ്പം വേറെ ഒരു വചനം പറയും, നീ കണ്ടത് ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനുള്ളതും ഈ 7 നക്ഷത്രം, പൊൻവിളക്കിൻ്റെ വിവരണം, 7 നക്ഷത്രങ്ങൾ, 7 സഭയുടെ ദൂതന്മാർ ആകുന്നു. 7 നിലവിളക്കെന്ന് പറഞ്ഞാൽ 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. വെളിപാട് 1-ാം അധ്യായത്തിൽ 19-20 വചനത്തിൽ ഇവകളെ കാണിച്ചു കൊടുത്തിട്ട് 3 കാര്യങ്ങളോടെ പറയുവാണ്. എഴുതുവാൻ പറഞ്ഞു. 1, നീ കണ്ടത് ഇപ്പോൾ ഉള്ളതും, നീ ഇപ്പോൾ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനുള്ളതും സഭകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അവിടെ പറയുന്നത്. അപ്പം നമ്മൾ വെളിപാട് 1-ാം അധ്യായത്തിലെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.